ഇന്ന് ലോകാരോഗ്യ ദിനം. പ്രമേഹത്തിൽ നിന്നും ലോക ജനതയെ രക്ഷിക്കുക ലക്ഷ്യം. പ്രമേഹ ചികിത്സയ്ക്ക് പുതിയ സോഫ്റ്റ്വെയർ കൊണ്ടുവരാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. അർബുദത്തിനെതിരെ വൈറസിനെ ഉപയോഗിച്ചുള്ള ചികിത്സാരീതി വികസിപ്പിച്ചു. ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത് ജനിതക മാറ്റങ്ങൾ വരുത്തിയ അഡിനോ വൈറസ്. പോളിയോ തുള്ളിമരുന്നിന് പകരമുള്ള വാക്സിൻ ഇഞ്ചക്ഷൻ രൂപത്തിൽ ഇന്ന് മുതൽ സർക്കാർ ആശുപത്രികളിൽ വാക്സിൻ ലഭിക്കും. വിശദമായ വാർത്തകളിലേക്ക്. അർബുദത്തിനെതിരെ വൈറസിനെ ഉപയോഗിച്ചുള്ള ചികിത്സാരീതി വികസിപ്പിച്ചു. ബ്രസീലിലെ ബ്യൂണസ് അയേഴ്സിലെ ലബോറട്ടറി ഓഫ് മോളിക്കുലർ ആൻഡ് സെല്ലുലാർ തെറാപ്പിയിലെ ഗവേഷകരാണ് കണ്ടെത്തലിന് പിന്നിൽ. ജനിതക മാറ്റങ്ങൾ വരുത്തിയ അഡിനോ വൈറസാണ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത്. ജനിതക മാറ്റം എന്ന അഡിനോ വൈറസ് അർബുദ കോശങ്ങളെ തേടിപ്പിടിച്ച് നശിപ്പിക്കുന്ന ഓങ്കോലിറ്റിക് വൈറസായി മാറുന്നു. ഇത്തരത്തിലുള്ള മാറ്റമാണ് അഡിനോ വൈറസിനെ അർബുദത്തിന് ചെറുക്കാനായി സഹായിക്കുന്നത്. സാധാരണയായി കണ്ടുവരാറുള്ള ജലദോഷം, ചെങ്കണ്ണ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന വൈറസാണ് അഡിനോ വൈറസ്. പ്രമേഹ രോഗികളെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുമായി കരാറിലേർപ്പെടുന്നു. പ്രമേഹ രോഗികൾക്കായുള്ള മരുന്ന് വികസിപ്പിക്കുന്നതിനായി ഇവരെ സഹായിക്കുന്നതിനായുള്ള സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിനാണ് കരാർ. രോഗികളുടെ നീക്കങ്ങളടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാനാണ് സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നത്. സർക്കാരിന്റെ സ്ഥാപനമായ ഡ്രഗ് ഡിസ്കവറി റിസർച്ച് സെന്ററും ഹൈദരാബാദിലെ റിവീലേഷൻ ബയോടെക് പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിലാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഇന്ന് ലോകാരോഗ്യ ദിനം. പ്രമേഹത്തിൽ നിന്നും ലോക ജനതയെ രക്ഷിക്കുകയാണ് ഈ വർഷത്തെ ലോകാരോഗ്യ ദിനത്തിന്റെ ലക്ഷ്യം. 1950 മുതലാണ് ലോകാരോഗ്യ ദിനം ആചരിക്കുന്നത്. 2030 ലോകത്തിലെ പ്രധാന മരണകാരണങ്ങളിൽ പ്രമേഹം 7ാം സ്ഥാനത്തെത്തുമെന്നാണ് നിരീക്ഷണം. ആരോഗ്യകരമായ ഭക്ഷണശീലവും ജീവിതശൈലിയും പിന്തുടർന്നാൽ പ്രമേഹത്തെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും. അതിനാൽ തന്നെ ശരിയായ ബോധവൽക്കരണത്തിലൂടെ പ്രമേഹ രോഗത്തിൽ നിന്ന് ലോകജനതയെ രക്ഷിക്കുകയാണ് ഈ വർഷത്തെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ലോകത്തെ പ്രമേഹബാധിതരുടെ എണ്ണം 35 വർഷത്തിനിടെ 4 ഇരട്ടിയായിരിക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 34 വർഷത്തിനു മുൻപ് പ്രമേഹ രോഗികളുടെ എണ്ണം 10.8 കോടിയായിരുന്നു. എന്നാൽ 2014 അത് 42.2 കോടിയായി ഉയർന്നു. പ്രതിവർഷം പ്രമേഹ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രമേഹത്തെക്കുറിച്ച് WHO ആദ്യമായാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഹെൽത്ത് ഡെസ്ക്, അമൃത TV. ലോകാരോഗ്യ ദിനത്തിൽ പ്രമേഹത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം PRS ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം തലവനായ ഡോക്ടർ ഡാനിഷ് സലീമാണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഇന്ന് ലോകാരോഗ്യ ദിനമാണ്. നമ്മൾ റിപ്പോർട്ട് കണ്ടായിരുന്നു. ഇന്നത്തെ ഏറ്റവും അവർ പ്രാധാന്യം നൽകുന്ന വിഷയവും പ്രമേഹമാണ്. എന്തുകൊണ്ടാണ് പ്രമേഹത്തിന് ഈ വർഷം ഇത്രയധികം പ്രാധാന്യം നൽകിയിരിക്കുന്നത്? ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ വളരെ സങ്കീർണമായ ഒരു അസുഖമാണ്. ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഡേ ഏറ്റവും കൂടുതൽ ഡയബറ്റീസിൻ്റെ ഇൻക്രീസ്, വളരെയധികം ലോകത്ത് ഡയബറ്റീസ് കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് വേൾഡ് ഹെൽത്ത് ഡേ ഈ പ്രാവശ്യം ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അതിനൊരു മോട്ടോ ആയിട്ട് ഈ പ്രാവശ്യം ഇറക്കിയിരിക്കുന്നത്. നമ്മുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഇപ്പം ഈ വർഷം കണക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ 10 ആൾക്കാർക്കും ഒരാൾ വെച്ച് ഇപ്പോൾ ഡയബറ്റിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. 40 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളുടെയും കണക്ക് വെച്ച് നോക്കുമ്പോൾ എല്ലാ 10 പേരിലും അത് ഒന്നാണ്. അപ്പോൾ പക്ഷേ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ കേരളമാണ് അതിൻ്റെ തലസ്ഥാനം. കേരളത്തിൽ എല്ലാ 10 പേരിലും അത് 3 ആയിട്ടാണ് ഇരിക്കുന്നത്. അത് അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഡയബറ്റീസിന് ഉള്ളത്. അതുകൊണ്ടാണ് വേൾഡ് ഹെൽത്ത് ഡേ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ കൺട്രോൾ ഡയബറ്റീസ് എന്നുള്ള ഒരു മോട്ടോ ആയിട്ട് ഈ പ്രാവശ്യം എത്തിയിരിക്കുന്നത്. ഡോക്ടർ, രോഗലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് ഇത് തിരിച്ചറിയാൻ സാധിക്കുമോ? ഇത് തിരിച്ചറിഞ്ഞാലും നമുക്കത് സ്വയമായിട്ട് നിർണ്ണയിക്കാനായിട്ട് സാധിക്കുമോ? ഡോക്ടർ, കേൾക്കാമെങ്കിൽ രോഗലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് പ്രമേഹത്തെ സ്വയം നിർണ്ണയിക്കാൻ സാധിക്കുമോ? ഇപ്പം ഷുഗർ കൂടുന്ന ഒരു വ്യക്തിക്ക് അത് എന്തെങ്കിലും കാലിൽ തരിപ്പ്, കൈത്തരിപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാം. അതുകൂടാതെ മൂത്രം കൂടുതൽ പോവുക, അല്ലെങ്കിൽ ദാഹം കൂടുതൽ ഉണ്ടാകുക, ഇതൊക്കെയാണ് രോഗലക്ഷണങ്ങൾ ഷുഗർ കൂടുന്ന വ്യക്തികൾക്ക്. പക്ഷേ ഷുഗർ കൂടുന്ന വ്യക്തികൾക്ക് എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. ഏതോ 30 വയസ്സ് പറഞ്ഞ് ഇപ്പം ഇത്രയും അധികം 10ൽ 3 പേർ അസുഖം ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഒരു 30 വയസ്സ് കഴിഞ്ഞ എല്ലാ വ്യക്തികളും എല്ലാ വർഷവും ഒരു ഷുഗർ ചെക്കപ്പ് നിർബന്ധമായിട്ടും അത് ചെയ്തിരിക്കണം. അത് ഹോസ്പിറ്റലിൽ പോയിട്ട് അതിൻ്റെ FBS, PPBS അല്ലെങ്കിൽ HbA1c തുടങ്ങിയ ടെസ്റ്റുകൾ ചെയ്ത് ഷുഗർ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയിരിക്കണം. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം നമ്മൾ അസുഖം വന്ന് ട്രീറ്റ് ചെയ്തതിനേയും കാട്ടും പ്രീ ഡയബറ്റീസ് എന്നൊരു കണ്ടീഷനുണ്ട്. ആ പ്രീ ഡയബറ്റീസ് എന്നുള്ള കണ്ടീഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ കൂടുതലും ശ്രമിക്കേണ്ടത്.
പ്രമേഹം എന്ന് പറയുന്ന നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന രോഗമാണ്. പലപ്പോഴും നമ്മുടെ ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിലൂടെ നമുക്ക് എങ്ങനെയൊക്കെ അത് മാറ്റിയെടുക്കാൻ സാധിക്കും, എങ്ങനെയൊക്കെ നമുക്ക് പ്രമേഹത്തെ പ്രതിരോധിക്കാൻ സാധിക്കും? ഇത്രയധികം പ്രമേഹം ഇവിടെ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നതിന് മെയിൻ കാരണം നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. വളരെയധികം വ്യായാമ കുറവ് കാരണമാണ് ഇപ്പം ഈ പ്രമേഹം ഇത്രയധികം കേരളത്തിലും കൂടാനുള്ള കാരണം. പിന്നെ നമ്മുടെ ആഹാര രീതികൾ തന്നെ വളരെയധികം മാറിയിരിക്കുകയാണ്. ഇപ്പം മൈദ അല്ലെങ്കിൽ പൊറോട്ട പോലുള്ള വസ്തുക്കൾ നമ്മൾ കൂടുതൽ കഴിക്കുകയും അത് കാരണം നമുക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം ഈ മൈദയെ പോലുള്ള പ്രോഡക്റ്റിൻ്റെ അകത്ത് അലോക്സോൻ എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ട്. ആ കെമിക്കൽ നമ്മുടെ പാങ്ക്രിയാസ് വളരെയധികം പതുക്കെ നശിപ്പിക്കുന്നത് കാരണം ഡയബറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് നമ്മൾ കേരളത്തിൽ ഇത്രയധികം ആൾക്കാർക്ക് ലിറ്ററേഷൻ ഉണ്ടായിട്ടും നമ്മൾ ഇത് വീണ്ടും ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ഹെൽത്തിനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അത് കാരണമാണ് ഇത്രയും അധികം ആൾക്കാർക്ക് ഡയബറ്റീസ് ഉണ്ടാകുന്നത്. ഈ പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന പ്രധാന സങ്കീർണത, കോംപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, വളരെ സങ്കീർണമായ ഒരു അവസ്ഥയാണ് ഇത്. ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് ഡയബറ്റീസ് മൈക്രോവാസ്കുലർ ഡിസീസ് എന്നാണ്. അതായത് എല്ലാ തരത്തിലുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള സെൽസിനെ വരെ ഈ ഡയബറ്റീസ് അതിൻ്റെ കോശം, ക്യാൻസറിൻ്റെയും കാട്ടും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അസുഖമാണ് ഡയബറ്റീസ്. അപ്പോൾ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ രോഗി നല്ലവണ്ണം ഡയബറ്റീസിനെ കുറിച്ച് പഠിക്കണം. ഡയബറ്റീസ് എങ്ങനെ നമുക്ക് വരുതിയിൽ വരുത്താമെന്നുള്ളത് കറക്റ്റായിട്ട് രോഗി പഠിക്കണം. അപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ രോഗം കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാമെന്ന് കണ്ടുപിടിക്കണം. അതാണ് ഏറ്റവും കൂടുതൽ രോഗി ചെയ്യേണ്ടത്. ഇതാണ് ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്, ഇൻസുലിൻ പമ്പ് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അതേക്കുറിച്ചൊന്ന് കൂടുതലായി പറയാമോ? അപ്പോൾ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് ഈ ഇടയ്ക്ക് വികസിപ്പിച്ച ഒരു ഇതാണ്. അതായത് ഒരു ദിവസത്തിൽ നമ്മൾ 288 പ്രാവശ്യം നമ്മുടെ ബോഡിയിൽ ഷുഗറിൻ്റെ ലെവൽ നമുക്ക് പല സമയത്തായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ബോഡിയിൽ ഒരു ചെറിയ ഒരു സാധനം മെഷീൻ ഘടിപ്പിക്കുന്നത് പോലും വേദനയൊന്നും ഒട്ടും എടുക്കില്ല. അത് കാരണം നമുക്ക് കറക്റ്റായിട്ടുള്ള ഷുഗർ ലെവൽ, എപ്പോഴാണ് നമുക്ക് ഷുഗർ കൂടുന്നത്, എപ്പോഴാണ് നമ്മൾ ഷുഗർ കുറഞ്ഞിരിക്കുന്നത്, ആ ലെവൽ അറിഞ്ഞിരിക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്. ഇത് നമുക്കൊരു 3 മുതൽ 4 ദിവസം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏത് സമയത്താണ് ആ രോഗികൾക്ക് ഷുഗർ കൂടുന്നത്, ഏത് സമയത്താണ് കറക്റ്റായിട്ടുള്ള ഇൻസുലിൻ എടുക്കുന്നത് കാരണം ഷുഗർ കുറയുന്നത് എന്നെല്ലാം അറിയാൻ വേണ്ടിയുള്ളതാണ് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്. ഇതനുസരിച്ച് നമുക്ക് കൊടുക്കുന്ന ടെക്നിക്കാണ് ഇൻസുലിൻ പമ്പ്. ഇൻസുലിൻ പമ്പ് ഉപയോഗിക്കുന്നത് വളരെ നല്ല ഒരു ട്രീറ്റ്മെൻറ്റാണ്. കാരണം പ്രമേഹത്തിന് ഏറ്റവും നല്ല മരുന്ന് ഇൻസുലിൻ തന്നെയാണ്. ഏകദേശം 1920 മുതൽ ഇൻസുലിൻ ഉണ്ടെങ്കിലും വളരെയധികം ആൾക്കാരത് ഇൻസുലിൻ എടുക്കാൻ മടിക്കുന്നു. ഇൻസുലിനാണ് ഏറ്റവും നല്ല ഡയബറ്റീസിനുള്ള ട്രീറ്റ്മെൻറ്റ്. കാരണം ഇൻസുലിൻ പമ്പ് ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് രോഗം എപ്പോഴൊക്കെയാണോ ഷുഗർ കൂടുതൽ ആ സമയത്ത് നമ്മൾ ഇൻസുലിൻ പമ്പിൻ്റെ ഡോസ് കൂടുന്നത് കാരണം കറക്റ്റായിട്ടുള്ള എപ്പോഴും നമ്മുടെ ഷുഗറിൻ്റെ ലെവൽ 180 താഴെ എപ്പോഴും നിൽക്കും. അതാണ് ഇൻസുലിൻ പമ്പിൻ്റെ സവിശേഷത. പക്ഷേ ഇൻസുലിൻ പമ്പും ഗ്ലൂക്കോസ് മോണിറ്ററിങ്ങും ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അതിനെക്കുറിച്ച് വളരെയധികം പഠിച്ചിട്ട് വേണം അത് യൂസ് ചെയ്യാൻ. ഈ 2 തരം ഡയബറ്റീസ് ഉണ്ടല്ലോ, ഈ 2 തരം ഡയബറ്റീസിനും ചികിത്സ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമ്മൾ ആദ്യം 2 തരം ഡയബറ്റീസ് എന്താണെന്ന് അറിയണം. ടൈപ്പ് 1 ഡയബറ്റീസിൽ എന്താ സംഭവിക്കുന്നത് പറയുമ്പോൾ അവിടെ പാങ്ക്രിയാറ്റിക്കൽ ബി സെൽസിൽ ഇൻസുലിൻ ഉണ്ടാവുന്നില്ല. ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് ഇൻസുലിൻ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ്, ഇൻസുലിൻ കൊടുത്തേ പറ്റുള്ളൂ. രണ്ടാമത്തെ ടൈപ്പ് 2 ഡയബറ്റീസിലാണെങ്കിൽ നമ്മൾ ഇൻസുലിൻ വളരെയധികം കുറഞ്ഞു വരുന്നു. കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഇൻസുലിൻ പൂർണ്ണമായി നശിക്കാം. അപ്പം നമ്മൾ കുറച്ച് ട്രാവലേഴ്സ് ആദ്യം കൊടുത്തു നോക്കാം. അപ്പോൾ ആദ്യം കൊടുക്കുന്നത് കാരണം ഈ ഇൻസുലിൻ പാങ്ക്രിയാസിൽ നിന്ന് കൂടുതൽ ഉൽപ്പാദിക്കും. അത് കുറച്ച് നാളും കൂടെ അങ്ങനെ നിൽക്കും. എപ്പോഴാണോ ഡോക്ടർ ഇൻസുലിൻ എടുക്കാൻ പറയുന്നതോ അപ്പോൾ തന്നെ നമ്മൾ ഇൻസുലിനോട്ട് എത്രയും പെട്ടെന്ന് മാറണം. കാരണം ഇൻസുലിനാണ് ഏറ്റവും സൈഡ് എഫക്റ്റും ഒരു കുഴപ്പവുമില്ലാത്ത ട്രീറ്റ്മെൻറ്റ്. ഈ മധുരം കഴിച്ച് തന്നെ ഷുഗർ കുറയ്ക്കാം എന്നൊക്കെ ഇപ്പോൾ ഒരു പുതിയൊരു പരീക്ഷണം ഇങ്ങനെ നിലവിൽ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? മധുരം കഴിച്ച് ഷുഗർ കൺട്രോൾ ചെയ്യാം, അതായത് പച്ചമരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്യാം, ഇതിനെക്കുറിച്ചൊന്നും സ്റ്റഡി ലോകത്തോട് നടന്നിട്ടില്ല. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഡേ നടത്തുമ്പോൾ നമ്മളെല്ലാ എത്തിക്സ് അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനെല്ലാത്തിനും ഒരു പ്രോട്ടോക്കോളൈസ്ഡ് ഉണ്ടായിരിക്കും. അതായത് ക്ലിനിക്കൽ റിസർച്ച് വർഷങ്ങളോളം 20 അല്ല 30 വർഷം ടെസ്റ്റ് ചെയ്ത മരുന്നുകളാണ് ഇപ്പോൾ വിപണിയിലുള്ളത്. ഈ മരുന്നുകൾ ഇപ്പം ഡയബറ്റീസ് കഴിക്കുന്ന എല്ലാവരും പേടിക്കുന്നത് ഇതിൻ്റെ പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് കാരണമാണ് മരുന്നുകൾ നിർത്തിവെക്കുന്നത്. അപ്പോൾ ഇതിനുള്ള സൈഡ് എഫക്റ്റ് ഇപ്പം ഈ മരുന്നുകൾ കഴിക്കുന്നത് മുതൽ ഇതുപോലെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന മരുന്നുകളൊന്നും 10-20 വർഷം കഴിച്ചു കഴിഞ്ഞാൽ പോലും ഒരു പ്രോബ്ലവും ഉണ്ടാവാത്ത മരുന്നുകളാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പേഷ്യൻറ്റ് നമ്മൾ ഇൻസുലിൻ എന്നാണോ എടുക്കേണ്ടത് അപ്പം തന്നെ ഇൻസുലിനോട്ട് എത്രയും പെട്ടെന്ന് സ്വിച്ച് ഓവർ ചെയ്യണം. ഇൻസുലിനാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ്. ഈ പ്രമേഹ രോഗികൾ പാദം നന്നായിട്ട് സൂക്ഷിക്കണം, പ്രത്യേക ചെരുപ്പുകൾ ഉപയോഗിക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പാദ സംരക്ഷണത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ പറഞ്ഞു, ഇത് എല്ലാ വെസൽസിനെയും ഇൻവോൾവ് ചെയ്യും. ഇത് ചെറിയ വെസൽസിന്, കാലിലുള്ള ചെറിയ വെസൽസിനെ ഇൻവോൾവ് ചെയ്യാം, ഞരമ്പിനെ ഇൻവോൾവ് ചെയ്യാം, അങ്ങനെ എല്ലാ തരത്തിലുള്ള വെസൽസിനെയും ഇത് ഇൻവോൾവ് ചെയ്യും.
അപ്പോൾ നമ്മൾ ഹാർട്ട് ഇൻവോൾവ് ചെയ്യുവാണെങ്കിൽ അത് ഹാർട്ട് അറ്റാക്കായി മാറാം, അത് തലയിൽ വരുവാണെങ്കിൽ സ്ട്രോക്കായിട്ട് മാറാം, കാലിലാണെങ്കിൽ കാലിൻ്റെ ഞരമ്പ് വലിച്ച് അതിൻ്റെ ഞരമ്പ് മുറിവുകളും ഉണ്ടാവും, നമ്മൾ വേദന അറിയാൻ പറ്റില്ല. അപ്പം ചൂട് കൊണ്ടു കഴിഞ്ഞാൽ വേദന അറിയാതിരിക്കും. അപ്പോൾ നമ്മൾ വളരെയധികം കാല് വളരെ ശ്രദ്ധിക്കുക, ചെരുപ്പ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ് ഇടുക, എന്തെങ്കിലും മുറിവുണ്ടാവുമെന്ന് എത്രയും പെട്ടെന്ന് നോക്കണം, നഖം വെട്ടി വളരെ കാല് വൃത്തിയായി വെക്കുക. ഇതൊക്കെയാണ് കാലിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പ്രമേഹം പാരമ്പര്യവും തമ്മിൽ ചെറിയ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാരമ്പര്യം അങ്ങനെ ഉള്ള ആളുകൾ, ഇപ്പോൾ അച്ഛനോ അല്ലെങ്കിൽ അമ്മുമ്മയ്ക്കോ അപ്പൂപ്പനോ ആർക്കെങ്കിലും ഒരു ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമ്മുടെ വരും തലമുറയും അത് എത്രത്തോളം കരുതിയിരിക്കണം, എന്തൊക്കെയാണ് അവർ മുൻകരുതൽ എടുക്കേണ്ടത്? നമ്മുടെ തലമുറയുടെ ജീനാണ് നമുക്ക് മറ്റുള്ള മക്കളിലോട്ടും മക്കളിലോട്ടും ചെറുമക്കളിലോട്ടും പോകുന്നത്. അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും കാരണത്തിൽ ഡയബറ്റീസ് ഉള്ള അച്ഛൻ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ 30 വയസ്സിന് ശേഷം എല്ലാ വർഷവും നമ്മൾ ഷുഗർ വളരെ കൃത്യമായി നോക്കുക. ഇതിന് മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ HbA1c എന്നുള്ളതാണ്. ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്നാണ് HbA1cയുടെ ഫുൾ ഫോം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് 5.7 to 6.4 ലെവലുള്ള എല്ലാ വ്യക്തികൾക്കും പ്രീ ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലും, 6.5ൻ്റെ മേളിലുള്ള എല്ലാവർക്കും ഡയബറ്റീസുമാണ്. അപ്പോൾ ഈ 5.7 to 6.4 കിട്ടുന്ന വ്യക്തിയെ നമ്മൾ പ്രീ ഡയബറ്റീസ് ആണ്. ഇതിന് നമ്മൾ ഇപ്പം തന്നെ നമ്മൾ കണ്ടുപിടിച്ച് ആ സമയത്ത് നമ്മൾ വ്യായാമ മുറകളും ആഹാര രീതികളും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റീസിലോട്ട് പോകില്ല. അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ടെസ്റ്റുകൾ ചെയ്യുക. അപ്പം ജീൻ എന്തെങ്കിലും പാരമ്പര്യമുള്ള പേഷ്യൻറ്റുകൾ കൂടുതൽ വീണ്ടും ചിലപ്പോൾ അത് 6 മാസത്തിലൊരിക്കൽ നോക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷത്തിലൊരിക്കൽ നമ്മൾ ഷുഗർ നോക്കേണ്ടി വരും. ഈ പ്രമേഹ രോഗിയിൽ എന്തെല്ലാം തരം അത്യാഹിത അടിയന്തരാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഫേസ് ചെയ്ത പ്രോബ്ലമാണ്. അതായത് പഞ്ചസാര കഴിച്ച് രോഗം മാറ്റാമെന്ന് പറഞ്ഞൊരു ഡോക്ടറിൻ്റെ കീഴിൽ രോഗി കൃത്യമായി മധുരം കഴിച്ച് കൂടുതൽ നേരം മധുരം കഴിച്ച കാരണം വളരെയധികം ഷുഗറുമായിട്ട് പേഷ്യൻ്റ് വന്നു. ആ പേഷ്യൻ്റ് വന്നപ്പോൾ തന്നെ അവൻ്റെ കിഡ്നി അഫക്റ്റ് ആയിരുന്നു. കിഡ്നിക്കകത്ത് ഉണ്ടായിരുന്ന കിഡ്നിയിൽ മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറയും നമ്മളുടെ ടെസ്റ്റിൻ്റെ പേര്. അപ്പോൾ ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ നമ്മൾ പലതരം ടെസ്റ്റ് ചെയ്യണം. മൈക്രോ ആൽബുമിനൂറിയ, ക്രിയാറ്റിൻ, അതുപോലെ കൂടിയ കിഡ്നിക്ക് വല്ല അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഈ പേഷ്യൻ്റ് നമ്മൾ ചെയ്തപ്പോൾ തന്നെ വളരെയധികം കിഡ്നി അഫക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ, ഷുഗർ കൂടിയിരിക്കുന്ന കണ്ടീഷനുകൾ നമ്മൾ പലതരത്തിൽ മെഡിക്കൽ എമർജൻസി ആയിട്ട് വരാം. അതിന് നമ്മൾ DKA അല്ലെങ്കിൽ HHS എന്ന് പറയും. DKA എന്ന് പറയുമ്പോൾ ഡയബറ്റിക് കീറ്റോസിഡോസിസ്. അപ്പോൾ ഈ കണ്ടീഷൻ വളരെയധികം ഡേഞ്ചറാണ്. ഈ ഇൻസുലിൻ നമ്മൾ ഈ IV ആയിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ പേഷ്യൻറ്റിന് ICUയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഫ്ലൂയിഡ് കൊടുക്കേണ്ടി വരും കൃത്യമായ ലെവൽ, അതായത് കൂടുതൽ ഫ്ലൂയിഡ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആയാൽ 1 ലിറ്റർ ഫ്ലൂയിഡ് കൊടുക്കുകയാണെങ്കിൽ ഈ പേഷ്യൻറ്റിന് 6 ലിറ്റർ വരെ ഫ്ലൂയിഡ് കൊടുക്കേണ്ടി വരും. അതായത് ഇത് എങ്ങനെയാണ് ഡയബറ്റീസ് പ്രവർത്തിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ബ്ലഡ് ഒഴുകുന്ന വളരെ ലഘുവായിട്ടുള്ള വെള്ളം പോലെയാണ് ബ്ലഡ് ഒഴുകുന്നത്. അപ്പോൾ ഷുഗർ കൂടുന്തോറും ഒരു പായസം ഒരു വെസലിൽ കൂടെ ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും? വളരെ പതുക്കെയല്ലേ ഒഴുകത്തുള്ളൂ. അതുപോലെയാണ് എല്ലാ വെസലും അത് സ്ലോ ഡൗൺ ആവും. ബോഡി മൊത്തം സ്ലോ ഡൗൺ ആവും ഷുഗർ ഉണ്ടെങ്കിൽ. അപ്പോൾ ഷുഗർ വളരെയധികം കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാവൂ. ഇത് കൂടാതെ വേറൊരു കോംപ്ലിക്കേഷനാണ് ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ഷുഗർ കുറഞ്ഞു പോവുക. ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഷുഗർ ഉള്ളൊരു പേഷ്യൻറ്റ് ബോധരഹിതനായി കിടക്കുകയാണെങ്കിൽ നാക്കിൻ്റെ അടിയിൽ കുറച്ച് പഞ്ചസാര നിങ്ങൾക്ക് വെച്ച് നോക്കാം. ഷുഗർ കൂടുന്നെന്നുകൊണ്ട് പെട്ടെന്ന് മരണം വരാൻ സംഭവിക്കില്ല, പക്ഷേ ഷുഗർ കുറഞ്ഞെന്ന് പറഞ്ഞാൽ മരണം വരാൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നാക്കിൻ്റെ അടിയിൽ പഞ്ചസാര വയ്ക്കാം, എന്നിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഷുഗർ കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ ട്രീറ്റ് ചെയ്യാം. പക്ഷേ ഷുഗർ കുറഞ്ഞ് നമ്മൾ കൂടുതൽ നേരം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അത് മരണം സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത്തരം നിർണായക ഘട്ടങ്ങളിൽ ഈ എമർജൻസി ഫിസിഷ്യൻ്റെ റോൾ എന്താണ്? ഞങ്ങളിത് ഏറ്റവും കൂടുതൽ സ്ക്രീനിങ് ആണ്. ഇപ്പം നമ്മൾ കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നത്. ഇപ്പോൾ ആൾക്കാർക്ക് അറിയില്ല എന്താണ് പ്രീ ഡയബറ്റീസ് എന്നുള്ള കാര്യം ആർക്കറിയില്ല. ഇപ്പം നമുക്ക് ഞാൻ മെയിനായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ FBS ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100 ആണെങ്കിൽ ഇവർക്ക് പ്രീ ഡയബറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. 126 മേളിലാണെങ്കിൽ 126 മില്ലിഗ്രാം/ന് മുകളിലാണെങ്കിൽ ആ പേഷ്യൻറ്റ് ഡയബറ്റീസ് ഉണ്ട്. ഇനി PPBS, അതായത് 2 മണിക്കൂർ ആഹാരം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ വാല്യൂ ഇപ്പോൾ 140 മേളിൽ 140 ആണെങ്കിൽ അതിനർത്ഥം ആ പേഷ്യൻറ്റിന് പ്രീ ഡയബറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് 200 മേളിലാണെങ്കിൽ അത് ഡയബറ്റീസാണ്. നേരത്തെ ഞാൻ പറഞ്ഞു HbA1c 6.5 മേളിലാണെങ്കിൽ പ്രീ ഡയബറ്റീസും, 5.7 to 6.5 ആണെങ്കിൽ പ്രീ ഡയബറ്റീസും, 6.5 മേളിലാണെങ്കിൽ ഡയബറ്റീസുമാണ്. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് നിങ്ങൾ ഇതൊരു രോഗത്തിനേക്കാളും കൂടി നമുക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബോഡിയെ ക്രമീകരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് വ്യായാമം കൂട്ടുക, അതിനനുസരിച്ചുള്ള പച്ചക്കറി ആഹാരം, അതായത് പല പ്രാവശ്യമായിട്ട് ആഹാരം കഴിക്കുക. ഒരു നേരം വയറ് നിറയ്ക്കാതെ പല പ്രാവശ്യം 6-7 നേരമായിട്ട് ആഹാരം കഴിക്കുക. ഇത് കൂടുതലുള്ള എഡ്യൂക്കേഷൻസാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ എമർജൻസി എന്തെങ്കിലും ഇതുപോലെ DKA, ഹൈപ്പോഗ്ലൈസീമിയ അതുപോലുള്ള കണ്ടീഷൻ എമർജൻസി ഫിസിഷ്യൻസ് ട്രീറ്റ് ചെയ്യും.
ഈ ഗ്ലൂക്കോമീറ്റർ വാല്യൂ കറക്റ്റ് ആണോ? പണ്ടൊക്കെ 30-35 വർഷത്തോളം ഈ ഗ്ലൂക്കോമീറ്റർ വാല്യൂസിന് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള ഗ്ലൂക്കോമീറ്റർ വാല്യൂ വളരെ കറക്റ്റാണ്. അപ്പോൾ ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത് ഇൻസുലിൻ എടുക്കുന്ന എല്ലാ പേഷ്യൻറ്റുകളും ഗ്ലൂക്കോമീറ്ററും കൂടെ വാങ്ങിച്ചിരിക്കണം. അവർ ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂക്കോമീറ്റർ ചെക്ക് ചെയ്യണം. 10 മുതൽ 20 വരെ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. പക്ഷേ എന്നാലും നമുക്കുള്ളതിൽ ഏറ്റവും നല്ലത് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടെസ്റ്റാണ് ഗ്ലൂക്കോമീറ്റർ. ഈ പല ആളുകൾക്കും ഇൻസുലിൻ എടുക്കാൻ മടിക്കുന്ന ആളുകളാണ്. അത്തരക്കാർക്ക് ഡോക്ടറിന് നൽകാൻ കഴിയുന്ന ഒരു ഉപദേശം എന്താണ്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ 30 തൊട്ട് 40 വർഷങ്ങൾക്ക് വരെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഇൻസുലിനാണ് ഏറ്റവും നല്ല എഫക്റ്റീവ്. അപ്പം നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാത്ത മരുന്നുകളൊന്നും നമ്മൾ ശ്രമിക്കാതിരിക്കുക. ഇതാണ് ഇവിടെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉള്ളത്. മലയാളികൾ പല ഇപ്പം വേറൊരാൾ മധുരം കഴിച്ച് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് ആ മരുന്നുകൾ ട്രൈ ചെയ്യും, അല്ലെങ്കിൽ ഈ മരുന്ന് കഴിച്ചെന്ന് പറഞ്ഞ് അങ്ങനെ മരുന്നുകൾക്കൊന്നും പാർശ്വഫലങ്ങളില്ല. അതായത് ഡയബറ്റീസ് മരുന്നുകൾ 10-20 വർഷം കഴിക്കാൻ വേണ്ടി തന്നെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെയധികം ചെറിയ സൈഡ് എഫക്റ്റോട് കൂടിയുള്ള മരുന്നുകളാണ് ഇപ്പോൾ വിപണിയിലുള്ളത്. പിന്നെ ഉള്ളത് ഇപ്പം ഇൻസുലിനാണ് ഡോക്ടർ എടുക്കാൻ പറയുന്നത്. ടാബ്ലറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ പാൻക്രിയാസിൽ അല്പമെങ്കിലും ബീറ്റാ സെൽസ് ഉണ്ടെങ്കിൽ അതിനെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അത് ഉത്തേജിപ്പിക്കുകയാണ് ടാബ്ലറ്റ്സ് ചെയ്യുന്നത്. പക്ഷേ ഇൻസുലിൻ എന്ന് പറയുമ്പോൾ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് പാൻക്രിയാസ് നിന്ന് പോയെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ടാബ്ലറ്റ് കൊടുത്ത് കൂടുതൽ പിഴിഞ്ഞ് പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ എടുക്കാതെ ഇൻസുലിനാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഇൻസുലിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഹോർമോണുമായിട്ട് വളരെയധികം ചേർന്ന് പോകുന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റാണ് ഇൻസുലിൻ. പക്ഷേ അത് കറക്റ്റായിട്ട് എടുക്കാനും അതിനുള്ള വിദ്യാഭ്യാസവും ആൾക്കാർക്ക് കൂടുതൽ കരസ്ഥമാക്കണം. ഇന്നൊരു ഫാസ്റ്റ് ഫുഡ് ലൈഫാണ്. അതുപോലെ തന്നെ വ്യായാമം തീരെയില്ല ആളുകൾക്ക്. ഈ ഒരു സാഹചര്യത്തിൽ പ്രമേഹവും വർദ്ധിച്ചു വരുന്നതും കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രമേഹ രോഗികൾക്ക് അല്ലെങ്കിൽ പ്രമേഹം വരാനിരിക്കുന്നവർക്ക് എന്തൊക്കെ മുൻകരുതലുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? എക്സസൈസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡയബറ്റീസ് ഉള്ള 10ൽ ഒരാൾക്ക് പ്രീ ഡയബറ്റീസ് അല്ലെങ്കിൽ ഡയബറ്റീസ് തുടങ്ങുന്ന സമയത്ത് എക്സസൈസ് 30 മിനിറ്റ് ഞങ്ങൾ അഡ്വൈസ് ചെയ്യും. അങ്ങനെയുള്ള 10ൽ ഒരാൾക്ക് വരെ ഡയബറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് വേറെ ഒരു മരുന്നുകളും ഇല്ലാതെ വർഷങ്ങളോളം ഒരു കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ 30 മിനിറ്റ് ആഴ്ചയിൽ 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യമെങ്കിലും കറക്റ്റായിട്ട് വ്യായാമം എടുക്കുന്നവർക്ക് ഡയബറ്റീസ് കുറഞ്ഞു കാണപ്പെടുന്നു. വ്യായാമം ഇല്ലായ്മയും ആഹാര രീതി മാറ്റവുമാണ് ഇത്രയധികം ഡയബറ്റീസ് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനിലോട്ട് പാസ് ചെയ്യാനുള്ള കാരണവും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ലോകാരോഗ്യ ദിനത്തിൽ പ്രമേഹത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ എന്ന് ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം PRS ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം തലവനായ ഡോക്ടർ ഡാനിഷ് സലീമാണ്. ഡോക്ടർ വളരെയധികം നന്ദി ആരോഗ്യ വാർത്തകളിൽ പങ്കെടുത്ത വിവരങ്ങൾ പങ്കുവച്ചതിന്. പോളിയോ രോഗപ്രതിരോധത്തിനുള്ള തുള്ളിമരുന്നിന് പകരമുള്ള പോളിയോ വാക്സിൻ ഇഞ്ചക്ഷൻ രൂപത്തിൽ സർക്കാർ ആശുപത്രികളിൽ ഇന്നു മുതൽ നൽകി തുടങ്ങി. പോളിയോ നിർമ്മാർജ്ജനത്തിന്റെ 1ാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് സർക്കാർ പ്രാഥമികാരോഗ്യ കേന്ദ്രം പോലുള്ള സ്ഥാപനങ്ങളിലൂടെ വിതരണം ആരംഭിച്ചിട്ടുള്ളത്. കുഞ്ഞ് ജനിച്ച് 1.5 മാസത്തിന് ശേഷമുള്ള ഡോസും 3.5 മാസത്തിൽ പെൻറ്റാവാലന്റിനൊപ്പമുള്ള ഡോസുമാണ് ആദ്യഘട്ടത്തിൽ IPV വഴി നൽകുന്നത്. ആരോഗ്യ വാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amrthatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amrthatv സന്ദർശിക്കുക. ആരോഗ്യ വാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. നമസ്കാരം.